എല്ലാവരും പറയുന്നതാണ് ന്യൂ ജനറേഷൻ ആണ് ഏറ്റവും മോശം. ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ഇന്ന് എന്താ പറയാ കടിപിടി കൂടുന്ന കുറെ മാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ റീച്ചും വ്യൂസും കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്യപ്പെടാൻ പോലും പാടില്ലാത്ത തരം വീഡിയോകൾ ഷെയർ ചെയ്യുകയും നമ്മുടെ കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും എല്ലായിടത്തും പ്രശ്നമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ ആ കാലഘട്ടത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും അഡ്രസ് ചെയ്യാൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്കും പേരൻസ് ചെയ്യുന്ന ഫസ്റ്റ് സാധനം എന്തായിരിക്കും? അടിയും തല്ലും സ്ട്രിക്ട്നെസ് കൂട്ടുക. ഇതുപോലെ കുട്ടികൾ ഭയങ്കര സീക്രട്ടീവ് ആവും അല്ലെ? ഇപ്പൊ നമ്മള് ഓവർ സ്ട്രിക്ട്നെസ് കാരണം ഭയങ്കര രഹസ്യാത്മകത സൂക്ഷിക്കുക, അവരുടെ ഇടയിലുള്ള ട്രസ്റ്റ് പൊളിയും. നിങ്ങൾ ഏത് നേരവും കുട്ടിയുടെ മുകളിലായി ഇങ്ങനെ വീക്ഷിച്ചിരുന്ന് അവരെ നന്നാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളില്ലാത്ത ഒരുപാട് നിമിഷങ്ങളും സമയങ്ങളും അവർക്കുണ്ട്. അവർക്ക് സീക്രട്ടീവ് ആവണം എന്ന് തീരുമാനിച്ചാൽ എനിക്കോ നിങ്ങൾക്കോ അവരെ തടയാൻ കഴിയില്ല. ഇപ്പൊ അടുത്തിടെ ഒരുപാട് ഇൻസിഡൻസ് ആണ് നമ്മൾ കേട്ടു വരുന്നത്. കുട്ടികളുടെ അക്രമം, അത് കാരണം ഉണ്ടാകുന്ന മരണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്ര നല്ലൊരു സ്ഥിതിയിലല്ല നമ്മൾ ആരുടെയും മനസ്സുള്ളത്. പ്രത്യേകിച്ചും പേരൻസ് എന്നുള്ള നിലയിൽ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു പൊടി പോലും സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഇന്ന് അതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ പേരൻസ് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ നമ്മുടെ ക്രിങ്ക് എന്നുള്ള ഫേം നമ്മൾ റൺ ചെയ്യുന്നു. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിന്റെ ടീമിനെ ലീഡ് ചെയ്യുന്നു എന്നുള്ള നിലയിലും, അതായത് പേരൻസിനും കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നു എന്നുള്ള നിലയിലും നമുക്കിത് അനുഭവങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ശരിക്കും ഇപ്പം ഒരുപാട് പേര് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ റിയാക്റ്റീവായി സംഭവം നടന്ന ഉടനെ തന്നെ വളരെ റിയാക്റ്റീവായി. കാരണം ഭയങ്കര എല്ലാവരുടെയും ഇമോഷൻസ് വരുന്നതാണ്. മറിയം തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു മുമ്പ്, ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു അവസ്ഥയിലാണുള്ളത്. പക്ഷെ ഈ ഒരു ഡിസ്കഷൻ ഇമോഷനുകൾക്കോ ഓവർ കുറ്റപ്പെടുത്തലുകൾക്കോ താറടികൾക്കോ അപ്പുറം നിന്നിട്ട് റിയലി എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ളൊരു ഗ്യാപ്പ്, ഇത് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഇരുത്തത്തിലേക്ക് വന്നതാണ്. അപ്പം എന്തൊക്കെയാണ് ഇപ്പം മറിയത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ മറിയത്തിന് അടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും മറിയവും എല്ലാം തന്നെ ഫാമിലീസിനെ ഒരു സക്സസ്ഫുൾ ഫാമിലീസ് ആക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഒരുപാട് പേരൻസിനെയും കുട്ടികളെയും ടീനേജേഴ്സിനെയും പ്രീ ടീനെയും ഒക്കെ അവർ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു അനുഭവത്തിൽ നിന്നും ഡെഫിനറ്റ്ലി ഞാനൊരു ഒരു ടീനേജറിന്റെയും പ്രീ ടീനിന്റെ ഒക്കെ പേരന്റ് എന്നുള്ള നിലയിലും ഉള്ളൊരു ആ ഒരു അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് അത് പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റീനെ കാണുന്ന ലെവൽ അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കാൻ എന്താ പറയാ ഒരു അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ ഒരു സൊസൈറ്റിയുടെ ചേഞ്ചിനെ നോക്കി കാണുന്ന ഒരാളെന്ന നിലയിലൊക്കെ ഉള്ള ഒരു ഇതൊരു നിങ്ങളൊരു എന്താ പറയാ കത്തിപ്പടരുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അല്ല. എന്നാൽ നിങ്ങളൊരു പേരന്റോ അല്ലെങ്കിൽ അധ്യാപകനോ ഈ പ്രായത്തിലുള്ള കുട്ടികളുമായി ഇടപെടുന്ന ആരോ ആവട്ടെ, നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്നും ഘട്ടം ഘട്ടമായി ഇതിന്റെ ഓരോ ഏരിയാസ് എന്താണെന്നും ഡീറ്റെയിൽഡായി മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ്. അല്ല നിങ്ങൾക്ക് ഉപദേശത്തെക്കാളും ഉപരി ഇതൊരു ഉപദേശത്തിന്റെ സെഷനോ ഇത് പേരൻസ് എന്ത് ചെയ്യണമെന്നോ പേരൻസിനോ ഉപദേശമോ കുട്ടികൾക്കുള്ള ഉപദേശമോ ഉള്ള ഒരു ചർച്ചയല്ല. നമ്മുടെ തന്നെ റിയലൈസേഷൻ ഞങ്ങൾ ഷെയർ ചെയ്യുന്നു. അതും ഈ ഒരു സൊസൈറ്റിയുടെ മൾട്ടിപ്പിൾ ഏരിയാസിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഡിസ്കഷനാണ്. ഒരു കത്തിപ്പടരുന്ന ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ കുറെ കുറ്റം പറച്ചിലുകൾക്കുള്ളതാണെങ്കിൽ ദയവായി നിങ്ങൾ ഇവിടുന്ന് തന്നെ നിർത്തി ഈ വീഡിയോ കാണുന്നത് നിർത്തിയിട്ട് നിങ്ങൾ പോകണം. ഇനി ഇത് എന്താ പറയാ അങ്ങനെയാണ്. അപ്പം അവിടെ തന്നെ മറിയം എനിക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ എല്ലാവരും പറയുന്നതാണ് ന്യൂ ജനറേഷൻ ആണ് ഏറ്റവും മോശം. എന്താ പറയത്തിന് തോന്നുന്നത്? ഈ ന്യൂ ജനറേഷനിൽ വന്ന വ്യത്യാസമായിട്ട് തോന്നുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രചരണവും ഒരു കാര്യം ഒരിടത്ത് നടക്കുമ്പോൾ നമ്മളെല്ലാരും ഭയങ്കര വേഗം അറിയുന്നു. പിന്നെ നമ്മുടെ കാലത്തും ഒക്കെ നടന്നിരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി ഇപ്പോഴും നടക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് അന്നൊരു ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു. ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ഇന്ന് എന്താ പറയാ കടിപിടി കൂടുന്ന കുറെ മാധ്യമങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ റീച്ചും വ്യൂസും കിട്ടാൻ വേണ്ടി ഷെയർ ചെയ്യപ്പെടാൻ പോലും പാടില്ലാത്ത തരം വീഡിയോകൾ ഷെയർ ചെയ്യുകയും ആ കുട്ടികളുടെയോ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെയോ ഒന്നും ഒരു ഇത് വയ്ക്കാതെ. പിന്നെ ഈ ഓരോ സമയത്തും ഓരോ വില്ലന്മാരുള്ളതുപോലെ ഈ സമൂഹത്തിനും അതിൻ്റെതായ നെഗറ്റീവ്സും ഒരു ഡേഞ്ചറും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ കാലത്തും തൊട്ട് അടുത്ത തലമുറ എല്ലാവരും ന്യൂ ജനറേഷൻ മോശമാണ് എന്നുള്ള അഭിപ്രായമാണ് പൊതുവിൽ വെച്ചിരുന്നത്. എന്താ ഈ പറയുന്നതിന്റെ ഒന്നും അർത്ഥം ഇപ്പൊ പ്രശ്നമില്ലെന്നൊന്നുമല്ല. നമ്മുടെ കാലഘട്ടത്തിലും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും എല്ലായിടത്തും പ്രശ്നമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ ആ കാലഘട്ടത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നും അഡ്രസ് ചെയ്യാൻ അതാണല്ലോ നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സമൂഹം, അതായത് എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ ഹിജറ 4 5 വർഷത്തിൽ നടക്കുന്ന സംഭവമാണ്. അതായത് മക്കത്തുനിന്ന് മദീനത്തേക്ക് എത്തുന്നു. അവിടെ
മുജാഹിറുകളും അൻസാരികളും ഉണ്ട്, രണ്ടുപേരുണ്ട്. ഇവര് മുറൈസിയ എന്ന് പറയുന്ന ഒരു എക്സ്പെഡീഷൻ, ഒരു യാത്രയ്ക്ക് ശേഷം മുറൈസിയയിലേക്ക് പോയിരുന്നു തിരിച്ചു വരുമ്പം രണ്ടുപേർ അല്ലെങ്കിൽ ഒരു അൻസാരിയും ഒരു മുജാഹിറും എന്ത് ചെയ്യുന്നു, വെള്ളം എടുക്കാൻ വേണ്ടി അവര് പോവുകയാണ്. ഇങ്ങനെ പോയപ്പോഴേക്ക് ഇവര് തമ്മിൽ എന്തൊക്കെയോ, ഇവര് യങ് കുട്ടികളാണ് അല്ലെങ്കിൽ ഒരു യങ് ചാമ്പുകളാണെന്ന് നമുക്ക് പറയാം. ഇവരങ്ങോട്ട് പോയപ്പോൾ സ്വാഭാവികമായി കുട്ടികൾ ഒന്ന് പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞു, ഒരാളെ ഉന്തി, ഒരാളെ തള്ളി, ഒരു ഇടി അടി, ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വർത്താനം ഇത് നടക്കുന്നു, വഴക്കുന്നു. ഇവർ രണ്ടുപേരും ഉറക്ക വിളിക്കുന്ന ഇവർ ആൾക്കാരെ, ഈ മുതിർന്ന ആളുകൾ അവിടെ എത്തുന്നു. എന്നിട്ട് സംഭവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിന് വേണ്ടി പോവാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരു വളരെ ഉത്തമ തലമുറ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു തലമുറ ഇല്ല, ആളുകളിൽ പോലും എന്തുണ്ടായി, ഇങ്ങനെ ഒരു എടുത്തുചാട്ടം ഉണ്ടായി. അതായത് രണ്ട് കുട്ടികൾ തമ്മിൽ നടത്തിയ ഒരു ഫൈറ്റിൽ, അല്ലെങ്കിൽ രണ്ട് യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ് നടത്തിയ ഒരു ഫൈറ്റിലേക്ക് മുതിർന്നവർ പോലും, വളരെ പക്വതയുള്ള, വളരെ മെച്ചുവേർഡായ മുതിർന്നവരുണ്ട്. അപ്പൊ ശരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ഇഗ്നോറൻസ് ആണ്, അല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ അല്ലെങ്കിൽ ഇഗ്നോറൻസിന്റെ കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ്, ഇത് മാറ്റി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ഭയങ്കര ഫിൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നാറണ, അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട സാധനമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തത്. അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞുള്ള തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ഫിൽത്തി ആയുള്ള ഒരു നാറെന്ന വൃത്തികെട്ട സംഭവമാണെന്ന് പറഞ്ഞാൽ അവരെ ഭയങ്കരമായ കാഠിന്യമുള്ള ഒരു ഭാഷയിൽ ശകാരിക്കുകയാണ് ഉണ്ടായത്. ശരിക്കും നമ്മളവിടെ മനസ്സിലാക്കണം, എനിക്കത് തോന്നിയത് ഇന്നിപ്പം ഒരു സ്കൂള് വേറൊരു സ്കൂളിലെ കുട്ടിയുമായുള്ള പ്രശ്നം, ഒരു സ്കൂളിൽ തന്നെ ഒരു ഇയറുകാരൻ മറ്റൊരു ഇയറുകാരൻ, ഒരു ഡിവിഷൻകാരൻ മറ്റൊരു ഡിവിഷൻകാരൻ, ഇത് എന്നുണ്ട്. അന്ന് അതിന്റെ പേര് രണ്ട് സംഘങ്ങളായിരുന്നു എന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കുറെ കാലത്തിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജാതീയത വെച്ചായിരുന്നു, നീയാണോ വലിയ ജാതി, ഞാനാണോ വലിയ ജാതി എന്ന് പറഞ്ഞിട്ട് ഒരു ജാതിക്കാരൻ വേറൊരു ജാതിക്കാരനെ തള്ളി. ഇന്നിപ്പോ ഇന്ത്യയുടെ പല ഭാഗത്തും ജാതീയത വെച്ചുകൊണ്ട് ഒരു ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാളെ തല്ലിക്കൊല്ലുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂൾസും പേരൻസും തമ്മിലുള്ള വഴക്ക്, ഈവൻ പ്രൊട്ടസ്റ്റും, എന്തൊക്കെ കാര്യങ്ങളിലോട്ടാണ് അത് പോകുന്നത്. നമ്മൾ കോളേജിൽ ആലോചിച്ച് നോക്കും, ഒരു ഡിപ്പാർട്ട്മെന്റും വേറെ ഡിപ്പാർട്ട്മെന്റ്, മെക്കും വേറെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ കാലത്തും അടിയായിരിക്കും. നമ്മളൊക്കെ ഇതിലൂടെ കടന്നു വന്നവരാണ്. അന്ന് അടിയും കുത്തും ഒക്കെ നടന്നിട്ടുണ്ട്, ഈവൻ ഫിസിക്കൽ കുത്തുകൾ വരെ അന്ന് നടന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ വന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും കൊണ്ട് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ മറ്റേ ചൂടപ്പം പോലെ കൊണ്ടുതരാൻ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് പൊട്ടിക്കാനിരിക്കുന്നവരും ഇല്ല എന്നുള്ളതാണ് ഉള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കുറെ യാഥാർത്ഥ്യങ്ങൾ. അതെ, ഇപ്പൊ അന്നത്തെ തലമുറയിൽ എന്തായിരുന്നു അന്ന് അഡ്രസ് ചെയ്യേണ്ടിയിരുന്നത്, അതേ കാര്യം ആവില്ല ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളിടത്താണ് നമുക്ക് വ്യത്യാസം വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഈ പഴയ കാലത്തെ പേരന്റിങ്, ഇപ്പൊ എന്റെ അമ്മ എന്നെ വളർത്തി, അമ്മയുടെ അമ്മ അവരെ വളർത്തി, അതുപോലെ ഞാനും അങ്ങ് വളർത്തിയാൽ പോലെ കുട്ടീനെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് എവിടെയാണ്? കാര്യം അന്നത്തെ ചലഞ്ചസ് അല്ല ഇന്നത്തത്. നമ്മള് ഇപ്പം നമ്മുടെ സമയത്ത് നമ്മൾ വളർന്നു വന്നപ്പോൾ നമ്മൾ വിചാരിക്കുക, ഓ ടെക്നോളജി ഒക്കെ ഭയങ്കര ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ വളർന്നു വന്നതെന്ന് അന്ന് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇന്ന് എത്തുമ്പോൾ നമുക്കറിയാം, അല്ല, നമ്മുടെ മക്കളെന്ന് വെച്ചാൽ അതിന്റെയും ടോപ്പിലാണ് അവരുള്ളത്. അപ്പൊ ഓരോ കാലഘട്ടത്തിലും നമ്മൾ മാറി അന്നത്തെ സിറ്റുവേഷൻ ഒത്ത് മക്കളെ വളർത്തി അവരുടെ ഒരു മോറൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളതാണ് അവിടെ നമ്മൾ വേണ്ടത്. അപ്പൊ അന്നത്തെ ചലഞ്ച് അല്ല ഇന്നത്തെ ചലഞ്ച്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വാർത്തകളൊക്കെ കാണുമ്പോഴത്തേക്കും പേരൻസ് ചെയ്യുന്ന ഫസ്റ്റ് സാധനം എന്തായിരിക്കും? അടിയും തല്ലും, സ്ട്രിക്ട്നെസ് കൂട്ടുക. അത് കുറച്ച് നാളത്തേക്കിന്, അതിന് പക്ഷെ ആയുസ് ഒരു 2-3 മാസത്തേക്കിനെ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ആരംഭശൂരത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയല്ലേ. അതേപോലെ തുടങ്ങുന്നത് പ്രത്യേകിച്ച് അച്ഛന്മാരും അമ്മമാരും ഒക്കെ വളരെ ശക്തമായി എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് നീ വാർത്തയൊക്കെ കേട്ടു, നിന്റെ ബാഗിൽ എന്താണ്, നിന്റെ എന്താ പറയാ, നീ എവിടാ പോകുന്നത്, ഇതൊക്കെ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്കിന് അതിന് ഫോൺ ചെക്ക് ചെയ്യാൻ തുടങ്ങും, കോൺവെർസേഷൻസ് ഒക്കെ നോക്കും. മറിയത്തിന്റെ ഒരു ഭാഷയിൽ എന്താ വിളിക്കുക പൊതുവിൽ? ഹെലികോപ്റ്റർ പേര്. ഇതിന് പറയുന്ന പേരാണ് ഹെലികോപ്റ്റർ പേരന്റിങ്. ശരിക്കും ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല അല്ലെ? എന്തുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് ആദ്യം അത് തന്നെ, ഇന്ന് ഒരു പരിഹാരമാണ് എന്ന് ആളുകൾ കരുതുന്ന കാര്യം ഒരു പരിഹാരമല്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു നന്നായി. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് ഇതൊക്കെ കുട്ടികൾക്ക് നന്മയല്ല ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ പലപ്പോഴും വേറെ മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലോട്ട് ജമ്പ് ചെയ്യുന്നത്. ഇപ്പൊ ഏതൊരു പേരന്റ് ആണെങ്കിലും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടിയെ വളർത്തി ഞങ്ങളുടെ കൗൺസിലിങ്ങിന് എത്തുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അവർ പല കാര്യങ്ങളും അവിടെ റിയലൈസ് ചെയ്തിട്ടുണ്ടാകും. കാര്യം വർഷങ്ങളായി അവരത് ഇംപ്ലിമെന്റ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, കുട്ടി ഭയങ്കര റെബല്യസ് സ്റ്റേജിലാണ് എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും മിക്കവാറും നമ്മുടെ അടുത്ത് എത്തിപ്പെടുക. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ സ്ലൈറ്റ് ആയിട്ടുള്ള സൈൻസ് കാണുമ്പോൾ, അതായത്
ഇവരങ്ങോട്ട് നിൽക്കുന്ന പോലെ തന്നെ കുട്ടി ഇങ്ങോട്ട് കാണിച്ചു തുടങ്ങുകയും, ചിലപ്പോൾ ഇവരുടെ അടുത്തായിരിക്കില്ല, ചിലപ്പോൾ താഴെയുള്ള സിബ്ലിങ്സിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അങ്ങനത്തെ സ്വഭാവത്തിന്റെ ചേഞ്ച് കണ്ടു തുടങ്ങുമ്പോഴായിരിക്കും ചിലർക്ക് മനസ്സിലാവുക. പിന്നെ വേറെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതെന്ന് വെച്ചാല്, ഇതുപോലെ കുട്ടികൾ ഭയങ്കര സീക്രട്ടീവ് ആവും അല്ലെ. ഇപ്പൊ നമ്മളെ ഓവർ സ്ട്രിക്ട്നെസ് കാരണം ഭയങ്കര രഹസ്യാത്മകത സൂക്ഷിക്കുക, അവരുടെ ഇടയിലുള്ള ട്രസ്റ്റ് പൊളിയും. അതെ, അതുപോലെ തന്നെ നമ്മൾ അറിയാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിൽ അവർ എക്സൽ ചെയ്യുക. അത് മക്കളെ നന്നാക്കി കൊണ്ടുവരികയല്ല ചെയ്യുന്നത്, നമ്മുടെ മുന്നിൽ അത് അറിയാത്ത രീതിയിൽ കള്ളത്തനങ്ങൾ കാണിക്കാൻ അവരെ കൂടുതൽ. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഇപ്പം മൊബൈൽ ഫോൺ കുട്ടി വിശ്വസിക്കാതെ, കുട്ടി ഉൾക്കൊള്ളാതെ, ഇപ്പം കുട്ടിയെ അതിലേക്ക് എത്തിക്കാതെ, ഒരു ഘട്ടം ഘട്ടമായി കുട്ടിയെ ഒരു മൊബൈൽ ഫോൺ വർജിക്കാൻ, ഉപേക്ഷിക്കുക എന്നുള്ളതിലേക്ക് എത്തിക്കാതെ, ഞാനിപ്പോ കുട്ടികളെ പൂർണ്ണമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ബേസിക്കലി അറിയോ അത് തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് ആർക്കും ഒരു മൊബൈലും ഇല്ല. അത്രത്തോളം ഡിലേ. അവർക്ക് 18 വയസ്സായിട്ട് കൊടുക്കാൻ പറ്റും, അത്രയും നല്ലത്. 20 വയസ്സായിട്ട് കൊടുക്കാൻ പറ്റും, അത്രയും നല്ലത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികളുടെ ബ്രെയിനിന് അവരെ എടുക്കേണ്ട ഡിസിഷൻസിനെ പറ്റി വലിയൊരു കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ മൂത്ത മോന് പിന്നെ 14 വയസ്സാണ് ആയി. അപ്പൊ ആളെ ഇപ്പം ഒറ്റയ്ക്ക് പലയിടത്ത് യാത്ര ചെയ്യാനും പല മീറ്റിങ്ങുകളിൽ പോകാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വന്നപ്പം, അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് വിളിക്കാനൊക്കെ ഒരു ഫോണിന്റെ ഒരു ആവശ്യമുണ്ട്. ആക്ച്വലി സത്യത്തിൽ ഞങ്ങള് ഈവൻ ഒരു മറ്റേ എന്താ പറയാ, എന്റെ പേര് ഡംബ് ഫോൺ, അല്ലെങ്കിൽ ഡംബ് ഫോൺ എന്ന് പറയുന്ന ഫീച്ചർ ഫോൺ, ഫീച്ചറുകൾ ഇല്ലാത്ത ഫീച്ചർ ഫോൺ. അപ്പം ഫീച്ചർ ഫോൺ അല്ലെ, നമ്മുടെ ഇന്നത്തെ സ്മാർട്ട് ഫോൺ ഒന്നും അല്ലാത്ത കീ ബട്ടൺ ഉള്ള ഫോൺ വാങ്ങാൻ വേണ്ടി നോക്കിയ കുറച്ച് വേറെ കമ്പനികൾ ഇറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫോണുകൾ നോക്കാം. ഞാൻ 2-3 പ്രാവശ്യം അത് ആമസോണിൽ കയറി നോക്കി അത് വാങ്ങാൻ. പക്ഷെ എനിക്ക് അതുപോലും വാങ്ങാൻ എന്താവുന്നില്ല, എന്താ പറയാ, അതുപോലും വാങ്ങാൻ. അത് ആക്ച്വലി കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പക്ഷെ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കാൻ ഉള്ളൊരു മടി കാരണം ആൾക്കതിന്റെ ആവശ്യമില്ല, ആൾക്കതിന്റെ ഇഷ്ടമില്ല. ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുന്നത് കണ്ടാൽ അവര് ഡംപാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയെ കിട്ടിയതിന്റെ ഒരു ഭാഗ്യമുണ്ട് നമുക്ക്. പിന്നെ ഈ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവർ കണ്ടാൽ അവർ കുറച്ച് ബുദ്ധി പറഞ്ഞ ആൾക്കാരാണെന്നാണ് ഈസാന്റെ അഭിപ്രായം. നെബുഖാൻ അവിടെ ഇരിക്കുന്നത് ഇവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ, പൊതുവെ ഈസ എന്റെ അടുത്ത് പറയലുള്ളത് അങ്ങനെയാണ്. പിന്നെ എന്താ പറയാ, ബുദ്ധി പറഞ്ഞ ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കുന്നത്. എന്നെ കുത്താനാണോ എന്നറിയില്ല. അപ്പം ഒരു കുട്ടി ഉൾക്കൊണ്ടുകൊണ്ട് ഫോൺ ഉപേക്ഷിച്ച ഒരു കുട്ടി, അല്ലാതെ ഒരു പേരന്റ് അവനെ ഈ ഹെലികോപ്റ്റർ പേരന്റിങ് അനുസരിച്ച് ഫോൺ കളഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം എന്താന്ന് വെച്ചാൽ, ഇവൻ ഈ ഫോണിന് വേണ്ടി അയൽവക്കത്തെ ചേട്ടന്മാരുടെ അടുത്ത് പോകും, സ്കൂളിലെ ചേട്ടന്മാരുടെ അടുത്ത് പോകും, അല്ലെങ്കിൽ വേറെ അതിലൂടെ അവനോ അവളോ, അവന് മാത്രമല്ല അവളോ വലിയ വലിയ അബദ്ധങ്ങളിലേക്ക്, വലിയ വലിയ തെറ്റുകളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ എന്തെങ്കിലും ഒരു രഹസ്യം ഈ ആളുകൾക്ക് അറിയാമെങ്കിൽ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ദുരുപയോഗപ്പെടുത്താണ് ചെയ്യാം. അതെ, അതും ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ഉപയോഗിച്ച് വരുന്ന സ്ക്രീനിനെ മാറ്റുമ്പോൾ നല്ല രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അടുത്തിടെ അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അവര് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് കുട്ടി ഭയങ്കര റെബലിയസ് ആയിട്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ ആണ് വീട്ടിൽ കാണിക്കുന്നത്. അപ്പൊ അവർക്ക് അത് താങ്ങാൻ പറ്റുന്നതല്ല. അവര് വീഡിയോ എടുത്ത് അയച്ചിരുന്നു. അതായത് സാധനങ്ങളൊക്കെ തല്ലിപ്പൊളിച്ച് അങ്ങനെ ഭയങ്കര റെബലിയസ് ആയിട്ട് തന്നെ ആള് ബിഹേവ് ചെയ്യാണ്. അവരെ കൊണ്ട് പെട്ടെന്ന് വയലന്റ് ആവുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. ഈ അടുത്തൊരു ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഒരു കുട്ടി 8 വയസ്സോ 9 അല്ല 13 വയസ്സുള്ള ഒരു കുട്ടി സൂയിസൈഡ്, അമ്മ ഫോൺ ഉപയോഗിച്ചതിന് വഴക്ക് പറഞ്ഞതിന് കുട്ടി പോയി സൂയിസൈഡ് ചെയ്യുന്നു. അപ്പം ഒരിക്കലും ഒരു ഹെലികോപ്റ്റർ പേരന്റിങ് കൊണ്ട് ഒരു എന്താ പറയാ, ഒരു കുട്ടിയെ നിങ്ങൾ ഏത് നേരവും കുട്ടിയുടെ മുകളിലായി ഇങ്ങനെ വീക്ഷിച്ചിരുന്ന് അവനെ നന്നാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളില്ലാത്ത ഒരുപാട് നിമിഷങ്ങളും സമയങ്ങളും അവർക്കുണ്ട്. അവർക്ക് സീക്രട്ടീവ് ആവണം എന്ന് തീരുമാനിച്ചാൽ എനിക്കോ നിങ്ങൾക്കോ അവരെ തടയാൻ കഴിയില്ല. അപ്പം ആകെ ഇനിഷ്യലി കുറച്ചുള്ള ഒരു റിവാർഡാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ആദ്യത്തെ കുറച്ച് നാളുകൾ, എക്സേർട്ട് ചെയ്ത് വരുന്ന ആ സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ കുട്ടി ചെയ്യില്ല, കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പീരീഡിൽ മാത്രമേ ഉള്ളൂ. അത് പക്ഷെ അതിനേക്കാളും അപ്പുറത്തെ ഡേഞ്ചറിലേക്കാണ്. അത് കുട്ടിയും പേരന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തകരും, ഇതൊക്കെ തകരുന്നേക്ക് പോകും. ഒരു ഹെലികോപ്റ്റർ പാരന്റിങ്ങിൽ നിന്ന് ഒരു ബെറ്റർ പാരന്റിങ് എങ്ങനെ എടുക്കാം എന്നുള്ളത് വേറൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അത് എന്താ പറയാ, നമ്മുടെ തന്നെ മറ്റു വീഡിയോകൾ കാണാം ആ വിഷയവുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ഇനി ഒരു പേഴ്സണലൈ സപ്പോർട്ട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു സംഗതി പറയാൻ എനിക്ക് ഇപ്പൊ ഇനി ഹെലികോപ്റ്റർ പാരന്റിങ് അല്ല, ഇനി എന്താ പേരന്റ് ചെയ്യേണ്ടത്? അപ്പൊ ഇവിടെ ഈ ഒരു തലമുറയിലെ കുറെ പ്രശ്നങ്ങളുണ്ട് ആക്ച്വലി. ഒന്നെന്ന് പറയുന്നത് അൺഎൻഗേജ് കിഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അത് ബോർഡായിട്ടുള്ള ചരിത്രത്തിൽ, ഇപ്പൊ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ
ഇത്രയേറെ ബോർഡായിട്ടുള്ള ബോറിങ് മാറ്റാൻ വേണ്ടിയുള്ള ഒരുപാട് എക്യുപ്മെന്റുകൾ ഉണ്ടാവുകയും കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവുകയും അതേസമയം ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ ബോർഡായിട്ട് ചരിത്രത്തിൽ വേറൊരു നിമിഷവും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ മാറിയ സാധനം. ഇപ്പം മുമ്പ് ആ ചെരുപ്പ് കട്ട് ചെയ്തിട്ട് വരെ അന്ന് എന്താ പറയാ ടയറൊക്കെ ഉണ്ടാക്കി അന്ന് കളിച്ചിരുന്ന, അല്ലെങ്കിൽ സ്വയം എൻഗേജ്ഡ് കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ ഒരു എഫേർട്ട് വേണ്ടാതിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അവിടുന്ന് ഇന്ന് കുട്ടിയെ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് പണ്ടൊന്നും ഒരിക്കലും നമ്മൾ ബോറടിച്ചാൽ നമ്മൾ പോയി അമ്മയുടെ അടുത്ത് പറയൂലല്ലോ, ബോർഡെന്ന് പറയൂലല്ലോ, നമ്മൾ തന്നെ അതിനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ഒരു നമ്മളൊരു ചെറിയ രൂപത്തിൽ ചെറിയ കുട്ടിയുടെ ഒരു ബോർഡ് എന്ന് പറയുന്ന അവിടെ നിന്നും ഒരു സ്കൂളുകൾ അതിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ കുട്ടികൾ ഒന്നിലും അവരവരുടെ പ്രായത്തിൽ എൻഗേജ്ഡ് ആവേണ്ട കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് അല്ല എന്നുള്ളിടത്താണ് അവരുള്ളത്. അവർക്ക് അവിടെ ഇല്ലാണ്ട് പ്രതീക്ഷകളില്ല. അതിന് 2 തലങ്ങളുണ്ട് ആക്ച്വലി. ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നാണെങ്കിൽ ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ടീച്ചേഴ്സും പല ആളുകളും പറയുന്ന കാര്യമാണ്, ആൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഈ സ്റ്റഡീസിലൊക്കെ പുറകിലോട്ട് പോകുന്നത്, അവർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട എന്നുള്ളത്. ഒരു കാരണം എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ആൺകുട്ടികൾക്കനുസരിച്ച് നമ്മുടെ വിദ്യാലയങ്ങൾ അവരുടെ ഇൻട്രസ്റ്റിനെ എത്ര ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളത്. അതായത് ഒരു ആൺകുട്ടിക്ക്, കാരണം ഇതിന്റെ രസകരമായ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ച ജവഹർ പീസ് പബ്ലിക് സ്കൂളിന്റെ പിന്നാണെങ്കിൽ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തുമായി സംസാരിച്ച വീഡിയോ ഇവിടെ ഉണ്ട്, കാണാത്തവർ കാണുക. നല്ല ഇൻസൈറ്റ്ഫുൾ ആയ ഒരു സ്കൂളിന്റെ ഒരു എഡ്യൂക്കേറ്ററിൽ നിന്ന് കിട്ടുന്ന ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയ ഒരു സാധനമാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന് ഈ പ്രശ്നം ഇല്ലാതായി. അതായത് ഈ ആൺകുട്ടികൾ അൺഎൻഗേജ്ഡ് ആയിട്ടില്ല അവിടെ. ഒരു പരിധിവരെ അദ്ദേഹത്തിന് അതിന് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം പല കാര്യങ്ങളിലാണ് കുട്ടികൾക്ക് എല്ലാവരുടെ അടുത്തും നീ പഠിക്കുക ഭയങ്കര പഠിക്കണ കുട്ടികൾ, അപ്പൊ ഈവൻ പഠിക്കണ കുട്ടികൾ പോലും എന്താ പറയാ ഒരു എണ്ണം വളരെ കുറവാണ്. അപ്പം അവിടെ ആൺകുട്ടികൾ പ്രത്യേകിച്ച് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ്സുകളിൽ ആൺകുട്ടികൾക്ക് വായനയിലും എഴുത്തിലും ഒക്കെ കുറച്ച് പിറകിലോട്ടായി. അതിന് ബയോളജിക്കൽ റീസൺ ഉണ്ട്. നമ്മൾ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് പുറകിൽ പോയിട്ട് സംഭവിച്ച വലിയൊരു അപകടമാണ്. അതായത് ഞാൻ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലേണിംഗ്, ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ ബയോളജിക്കലി അവരുടെ ലേണിംഗിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം അവരുടെ ബ്രെയിൻ, ആൺകുട്ടിയുടെ ബ്രെയിൻ റീഡിങ്ങിന് വേണ്ടി ഡെവലപ്പ് ആവാൻ തന്നെ ആ പെൺകുട്ടിയേക്കാൾ 2 to 3 years ഡിലേഡ് ആവും. ഇത് അതിന്റെ റീസൺ സയൻസിന് അറിയില്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പം അതുമായി കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, റീഡർ കം ഹോമോ, അല്ലെങ്കിൽ മരിയാന വുൾഫിന്റെ റീഡർ കം ഹോമോ, അല്ലെങ്കിൽ ഇത് സ്ക്വിഡ് ആൻഡ് പ്രോസ്റ്റ് എന്ന് പറയുന്ന മരിയാന വുൾഫിന്റെ തന്നെ ഇന്ന് വേൾഡിലെ 2 പാർട്ടല്ല 2 ബുക്കാണ്. അതായത് വേൾഡിൽ തന്നെ റീഡിങ്ങിലെ ഒരു വേൾഡ് എക്സ്പേർട്ട് എന്ന് പറയുന്ന മരിയാന വുൾഫാണ്. അവരുടെ ഈ പുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ് ആളുകൾക്ക്. അപ്പൊ ഇത് ചെറിയ ക്ലാസ്സിൽ തന്നെ ആൺകുട്ടി ഡിറ്റാച്ച്ഡ് ആണ്. കാരണം ഇതൊരു പിന്നെ എല്ലായിടത്തും വായനയും എഴുത്തും അത് മാത്രമാണ് മെമ്മറൈസ് ചെയ്യുക, പറയുക എന്നുള്ളത്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് സ്കൂൾ ഒരിക്കലും എൻഗേജ്ഡ് ആവുന്ന ഒരു സ്ഥലമല്ല, ഒരു പോസിറ്റീവ് ഒരു എൻഗേജ്മെന്റ് കിട്ടുന്ന ഒരു പ്ലേസ് അല്ല. അവിടെയാണ് ജവഹർ കൊണ്ടുവന്ന എന്ത് ചെയ്ത ആ സ്കൂളിൽ കുറെ ആൺകുട്ടികൾക്ക് എൻഗേജ്ഡ് ആവുന്ന സാധനം കൊണ്ട് അദ്ദേഹം ഒരു നല്ലൊരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. ഒരു കുട്ടി പിന്നാണെങ്കിൽ പഠിത്തത്തിൽ അത്ര മുന്നോട്ടൊന്നും അല്ലാത്തൊരു കുട്ടി, ആ കുട്ടി ഒരു കോഡിംഗ് പ്രോഗ്രാമിംഗ് ക്യാമ്പ് അവിടെ നടന്നപ്പം ആ കുട്ടി അതിന് പേര് കൊടുത്തപ്പോൾ ടീച്ചേഴ്സ് തന്നെ ഇങ്ങനെ വിചാരിച്ചു പോലും, ഈ കുട്ടി മാത്തിൽ മോശമാണല്ലോ, ഇവൻ എന്തിനാ കോഡിങ്ങിലേക്ക് വന്നതെന്ന്. പിന്നീട് ആ കുട്ടി എത്രത്തോളം വളർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അവന് സ്കൂളുമായി എൻഗേജ് ചെയ്യാൻ ഒരു കാരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ഇംഗ്ലീഷിൽ നന്നായി, മാത്തിൽ അവന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്തു. അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് അവർക്ക് ചുറ്റുമുള്ള ലോകം അവരെ റിയലി എൻഗേജ്ഡ് ആക്കുന്നുണ്ടോ എന്നുള്ളതാണ്, അവരെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അവർക്ക് നമ്മൾ പറയല്ലോ ഈ സൈക്കോളജിക്കൽ നീഡ്സ് ഒരാളുടെ, അതിൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടാണ്. ഞാനും മറിയുവും ഈ കേൾക്കുന്ന ആൾക്കാരും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ്, എന്തിലെങ്കിലും നമ്മൾ കൊള്ളാവുന്ന ഒരു ധാരണ നമുക്കില്ലെങ്കിൽ നമ്മളുടെ മെന്റൽ സ്റ്റേജ് വളരെ മോശമായിരിക്കും, ഇല്ലേ? അതെ, ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മള് ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പോലും
നമുക്ക് കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ അറിയാലോ, അവർക്ക് നമ്മൾ വിചാരിക്കും നല്ല വെൽ ഓഫ്, നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെന്ന്. പക്ഷേ ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഒരു അപ്രിസിയേഷനും അവരുടെ വർക്കിലുള്ള ഒരു കോൺഫിഡൻസും അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കോമ്പറ്റൻസ് അവിടെ ബ്രേക്ക് ആയിട്ട് അദ്ദേഹം ഒരു മാനസികമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് അതൊരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇറ്റ് ഇസ് സെയിം. അതുപോലെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിലും ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നും ഒരു അപ്രിസിയേഷനും ഒരു രീതിയിലും കിട്ടാത്ത ആൾക്കാരായിരിക്കും അവരെന്ന് പറയുന്നത്. എന്നാൽ രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന കാര്യത്തിനൊരു വാല്യൂ മറ്റുള്ളവരിൽ നിന്ന് ആ ഒരു അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തന്നെ സെൽഫ് ഡൗട്ട് തോന്നും, ഞാൻ ചെയ്യുന്നത് ആപ്റ്റ് അല്ലേ, ഐ എം നോട്ട് വർത്ത്. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ അഫക്റ്റഡ് ആയി വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾക്കും ഇതേ സാധനം തന്നെ. അപ്പൊ ആൺകുട്ടികൾ അൺഎൻഗേജ്ഡ് ആവുന്ന ഒരു ഭയങ്കര സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലെ പല കേസുകളിലെയും പ്രതികൾ ആൺകുട്ടികളുമാണ്. അതേസമയം നമ്മൾ പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ വേണ്ടി ഹിസ്റ്റോറിക്കലി പെൺകുട്ടികളുടെ എഡ്യൂക്കേഷനിൽ ബാക്കിലായതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ, വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യാൻ. അങ്ങനെ പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നു. പെൺകുട്ടികൾ അതിനനുസരിച്ച് പെൺകുട്ടികളെ റീഡിങ്ങിനും ഇതിനുള്ള എഡ്യൂക്കേഷനുള്ള ഒരു റൈറ്റിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പം പെൺകുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനുള്ള ഒരു കാലഘട്ടത്തിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ എൻഗേജ്ഡ് ആയത്. അപ്പൊ ആ സമയത്ത് പുറകിലോട്ട് പോയത് ആൺകുട്ടികളാണ്. അപ്പൊ നമുക്ക് ആ രൂപത്തിൽ നമ്മുടെ എല്ലാ കുട്ടികളും, ഓരോ ടീച്ചറും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്കൂള്, ഓരോ പ്രിൻസിപ്പളും ആലോചിക്കേണ്ട കാര്യമാണ്, ഈ സ്കൂള് ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ളൊരു സ്ഥലമാണോ, അതോ കുറച്ച് പഠിക്കുന്ന, കുറച്ച് നന്നായി പാട്ട് പാടുന്ന ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഈ കുട്ടികളിലേക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടുന്ന ഒരു സ്ഥലമാണോ, അതോ ആ കുട്ടികൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് പേരൻസും ചിന്തിക്കേണ്ടതാണ്. എന്റെ കുട്ടി, അവന്റെ കോമ്പിറ്റൻസ്, അവൻ ചലഞ്ചഡ് ആവുന്നുണ്ടോ? കാരണം അവനെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു, അവൻ എല്ലാ കാര്യങ്ങളിലും അവൻ എന്ത് ചെയ്യുന്നു, വളരെ എന്താ പറയാ, അവൻ ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ അവന്റെ അടുത്ത് അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനൊരു കോമ്പിറ്റൻസ് ഫീൽ ചെയ്യാനുള്ള ഇത് കിട്ടുന്നില്ല. അവനൊരു, ആളുകൾ പറയും ഈ കുട്ടികൾക്ക് അമിത സ്വാതന്ത്ര്യമാണെന്ന്. ആക്ച്വലി അങ്ങനത്തെ സ്വാതന്ത്ര്യം അല്ല. ആക്ച്വലി നല്ല സ്വാതന്ത്ര്യം പോലും കുട്ടികൾ അവിടെ ലാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവിടെ ഒരു ഹാൻഡ് ഹെൽഡ് അല്ലാതെ അവർക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടേണ്ടത്. അതെ, ഇപ്പൊ ചെറിയ കുട്ടികൾ, നമ്മൾ ചെറുതിലാണല്ലോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ മക്കൾ വീട്ടിലൊന്ന് മെസ്സ് ഉണ്ടാക്കി കളിച്ചു കഴിഞ്ഞാല് അതിനെ കുറ്റം പറയാൻ ഒരു 100 പേരുണ്ടാവും. അങ്ങനെ അതവിടെ ആ ഫ്രീഡം അവിടെ തീരും. ഇപ്പോൾ അടുക്കളയിൽ അമ്മേൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. കുട്ടീനെ കൊണ്ടാണോ ഇത് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാമാണ് കുട്ടികൾക്ക് ചെറുതിലേ ലൈഫിലൊരു കോമ്പിറ്റൻസ് കൊടുത്ത് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോമ്പിറ്റൻസും. ഓരോ ടാസ്കും കുറച്ചൊരു ചലഞ്ചിങ് ആണല്ലോ. ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന ടാസ്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ, അതാണ് അവർക്ക് ആക്ച്വലി വേണ്ടുന്നത്. അവിടെ തന്നെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് എത്തി. ഫസ്റ്റ് വൺ നമ്മൾ ഹെലികോപ്റ്റർ പേരന്റിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. 2 അൺഎൻഗേജ്ഡ് കിഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൂന്നാമത്തെ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് മറിയെത്തി, വീടുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത മക്കൾ. അപ്പൊ അതിനെനിക്ക് ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു കമ്പനി റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഓരോ എംപ്ലോയീസിലേക്ക് നോക്കുമ്പം ശരിക്കും ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന മാർക്കറ്റിങ്ങിലുള്ള നെബുഹാന്റെ ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നെബുഹാന്റെ ഫോട്ടോ നിർബന്ധമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നെബുഹാനെ സംബന്ധിച്ച് നെബുഹാന്റെ ഒരു ക്വാളിറ്റി, വളരെ ഒരു ഓണർഷിപ്പിന്റെ ക്വാളിറ്റി ഉണ്ട്. അത് എവിടെ നിന്നാ വന്നതെന്ന് ഞാൻ നോക്കുമ്പോൾ നെബുഹാനുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. എനിക്ക് മുമ്പ് ഞാൻ നെബുഹാന്റെ അടുത്ത് പറയാത്ത കാര്യമാണ്. നെബുഹാൻ ഈ ക്യാമറയ്ക്ക് പുറകിലുള്ളതുകൊണ്ട് ആദ്യമായിട്ടായിരിക്കും നെബുഹാൻ അത് കേൾക്കുന്നത് പോലും. അതായത് നെബുഹാൻ ഈ ക്വാളിറ്റി വന്ന എവിടാന്ന് വെച്ചാൽ, നെബുഹാന്റെ വീട്ടില് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഉമ്മ എന്താ ചെയ്തിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് പാത്രം കഴുകണം, അവര് തുണി കഴുകണം, അവരുടെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തിട്ടാണ് വളർന്നത്. അപ്പൊ ആൺകുട്ടി തൂക്കുന്നു എന്നുള്ളത് അവരുടെ വീട്ടിലൊരു പ്രശ്നമല്ല. അതായത് ഉമ്മ വിചാരിച്ചു എനിക്ക് ആൺകുട്ടികളെ ഉള്ളൂ, അപ്പൊ ചിലപ്പോ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, അതിന്റെ തലയിലായി പോയേനെ. പക്ഷെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളത് കൊണ്ട് നെബുഹാന്റെ തലയിൽ എല്ലാ ജോലികളും ഉണ്ട്. നെബുഹാൻ തുണി അലക്കും, നെബുഹാൻ പാത്രം കഴുകും, നെബുഹാൻ തൂക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ സ്വാഭാവികമായി അവിടെ ഉണ്ടായൊരു മാറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അതാണ് ഇന്ന് നെബുഹാൻ 4 കൊല്ലം ബിടെക്കിൽ പഠിച്ചതോ അതിനും തൊട്ടു മുമ്പ് 14 കൊല്ലം സ്കൂളിൽ പഠിച്ചതോ ഒന്നുമല്ല ഏറ്റവും വാല്യുബിൾ ആയി ഇന്നൊരു ജോലിയിൽ മികച്ചു നിൽക്കുന്നതിന്റെ കാരണം എൻഡ് ടു എൻഡ് ഓണർഷിപ്പ്. തൂക്കൽ എന്ന് പറഞ്ഞാൽ മുറിയുടെ അറ്റം തൂത്തിട്ട് ഞാൻ തൂത്തു എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റൂല, അത് മുഴുവൻ തൂക്കണം. അല്ലെങ്കിൽ പാത്രം കഴുകാന്ന് വെച്ചാൽ പാത്രത്തിന്റെ മുകൾ ഭാഗം മാത്രം കഴുകുക, അടിയിൽ കഴുകില്ല എന്ന് പറയാൻ പറ്റൂല.
ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ലേണിംഗ് ആണ് അവനവന്റെ വീട്ടിലെ പണിയെടുക്കുക എന്നുള്ളത്. കുറച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ കാലഘട്ടത്തിനും ആ കാലഘട്ടത്തിന്റെ തിന്മയുണ്ടെന്ന് പറയുന്നു. മുൻകഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു നന്മയായിരുന്നു മക്കൾ എന്ത് ചെയ്തിരുന്നു, വീട്ടിന്റെ അവർ ആ വീട്ടിലെ ഒരു മെമ്പർ ആയിരുന്നു. ഇന്ന് നിങ്ങളുടെയൊക്കെ മക്കൾ ഒരു പരിധി വരെ വീട്ടിലെ ഒരു ഗസ്റ്റ് ആണ്. അതായത് പച്ചയായ ഗസ്റ്റ് ആയിട്ടാണ് അവർ വളരുന്നത്. അതായത് രാവിലെ ഉണരുന്നു, ചായ എന്ന് ചോദിക്കുമ്പോൾ ചായ, ബാത്റൂമിലേക്ക് വേണമെങ്കിൽ, അതായത് ഒരു ഹോട്ടലിൽ ഗസ്റ്റ് ആയാൽ പോലും ഹോട്ടലിൽ ആരും വന്ന് കൊണ്ടുവന്ന് നേരെ ബാത്റൂമിൽ നിർത്തി പല്ല് തേപ്പിച്ച് കൊടുക്കില്ല. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിനേക്കാൾ എന്താ പറയുക, 10 സ്റ്റാർ ഹോട്ടലോ 15 സ്റ്റാർ ഹോട്ടലിന്റെ ഫെസിലിറ്റിയാണ് ഒരു കുട്ടി വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് അനുഭവിക്കുന്നത്. അപ്പം ശരിക്കും നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് അല്ല നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വീട്ടിലെ ഒരു മെമ്പറാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഇൻവോൾവ് ചെയ്യുന്നത് അതുപോലെ ആ വീട്ടിന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട ആളാണ്. അപ്പൊ സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാത്തൊരു കുട്ടിയാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം അറിയാം, അവന് ഒരു തരം ഉത്തരവാദിത്ത ബോധവുമില്ല. അവന്റെ ഭാവിയെ കുറിച്ച് ഉത്തരവാദിത്തം ഇല്ല. അവൻ എന്ത് സംഭവിച്ചാൽ എന്താവും എന്ന് ഉത്തരവാദിത്തം ഇല്ല. അവൻ ആരെ കയറി തല്ലി അവൻ ചത്തുപോയാൽ ഇവൻ എന്താവും, ഇവന് അത് യാതൊരു തരം ഉത്തരവാദിത്തങ്ങളും അവിടെ ഇല്ല എന്നുള്ളൊരു പ്രശ്നമല്ലേ. അപ്പം അവിടെ നിന്നാണ് കുട്ടികൾ, എനിക്കിപ്പം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ കുറച്ച് നാൾ പഠിപ്പിച്ചിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായ ഒരു വല്ലാത്തൊരു ഭീകര, കാരണം എൻ്റെ കുട്ടികൾ ഒരിക്കലും അങ്ങനെ ആവരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഒരു അവസ്ഥ. പല കുട്ടികളും ഭയങ്കര ധൂർത്തന്മാരായി അവിടെ ജീവിക്കും, ഭയങ്കര ധൂർത്തം. അപ്പൊ നമ്മൾ വിചാരിക്കും ഏതോ യൂസഫ് അലീന്റെ ഒക്കെ പോലത്തെ അറിയോ മക്കളാണ് ഇവരെന്ന് വിചാരിക്കും. കാറിന് കാറ്, ബൈക്കിന് ബൈക്ക്, പിന്നെ മൊബൈലിന് ഇന്നൊരു മൊബൈലിന് മറ്റൊരു മൊബൈല്, നാളെ ഒരു മൊബൈൽ, അങ്ങനെ രൂപത്തിൽ ജീവിക്കും. അപ്പൊ ഈ പേരൻസ് വല്ല മീറ്റിങ്ങിനോ അല്ലെങ്കിൽ അവര് നാട്ടിൽ വരുമ്പോൾ, ഗൾഫിലായിരിക്കും ഉണ്ടാവുക, അവര് നാട്ടിൽ വരുമ്പം ഇങ്ങനെ കാണാൻ വരുമല്ലോ ടീച്ചേഴ്സ്. അപ്പൊ അവര് വന്ന് സംസാരിക്കുമ്പം എവിടെ, സൗദി അറേബ്യയില്, റിയാദില്. അപ്പൊ എവിടെ, റിയാദിൽ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. എനിക്കറിയാം ആ സ്ഥലം, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ സ്ഥലത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ്. അതായത് ബിൽഡിങ്ങിന്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് ആ ഷീറ്റിന്റെ അടിയിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണത്. ആ പറഞ്ഞപ്പോ അതായത് അവിടെ അധ്വാനിച്ചും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങള് ഇതൊന്നും നിങ്ങളുടെ കുട്ടിയെടുത്ത് പറയും, നമ്മുടെ മക്കൾ നമ്മുടെ ദുരിതം ഒന്നും അറിയണ്ടല്ലോ. എൻ്റെ അടുത്ത് ഒരു പേരന്റ് പറഞ്ഞ വാചകമാണ്, നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ ദുരിതം നിങ്ങളുടെ കുട്ടികൾ അറിയരുതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അല്ല, നിങ്ങൾ അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ദയവായി നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും നിങ്ങളുടെ ജോലിയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അറിയിച്ചു തന്നെ കൊടുക്കണം. നിങ്ങൾ എത്രയാണ് അധ്വാനിക്കുന്നത് നിങ്ങൾ അറിയിച്ചു തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കളെ കൊടുക്കണം. ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ഒരു ദുരിതവും വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ, ഈവൻ ഞങ്ങളുടെ സാലറി ഉൾപ്പെടെ ഞങ്ങളുടെ മക്കൾക്ക് കൃത്യമായി അറിയാം. അപ്പൊ സാലറി മാത്രം അറിഞ്ഞാൽ പറ്റൂല, എക്സ്പെൻസ് പറയണം. സാലറി കേൾക്കുമ്പോൾ വലിയൊരു എമൗണ്ട് എന്ന് പിള്ളേർക്ക് തോന്നും. എത്ര ആണ് എക്സ്പെൻസ്, അവർ ഓരോരുത്തരും വരുത്തി വെക്കുന്ന എക്സ്പെൻസ് എത്ര ആണെന്നും അവർ കൃത്യമായി അവർക്കൊരു ധാരണ ഉണ്ടാവും. ഇത് പറയുമ്പോ നമുക്ക് ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുട്ടീനെ എന്താ വീട്ടു ജോലി ചെയ്യാത്തതിന്റെ പേരിൽ ക്രൂശിച്ച് അടുക്കളയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ചൂലെടുപ്പിച്ച് അങ്ങനെയുള്ള ശ്രമങ്ങളും അതുപോലെ തന്നെ അത് ഹെലികോപ്റ്റർ, അതാണ് ആദ്യമേ നമ്മൾ പറഞ്ഞത്, ഹെലികോപ്റ്റർ പേരന്റിങ് ദയവായി ചെയ്യരുത്. ഇതിലേക്ക് നിങ്ങളുടെ കുട്ടിയെ എത്തിക്കാം, നിങ്ങളൊന്ന് സമാധാനപ്പെടും. അത് എങ്ങനെ കഷ്ടപ്പാട് പറഞ്ഞുള്ള ഉപദേശവും ആ ഒരു രീതിയിലല്ല ശരിക്കും ഈ പോവേണ്ടത്. നിങ്ങളുടെ ഫിനാൻസ് പറയുമ്പോൾ അതിന്റെ കൂടെ 10 ഉപദേശവും കൂടെ കൊടുക്കില്ല നിങ്ങളുടെ പേരന്റിന്. ഇതാണ് ആ കുട്ടിക്ക് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. ഇത് നിങ്ങൾ പറയേണ്ട ഫാക്റ്റുകൾ മാത്രമേ, അവരുടെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ എക്സ്പെക്ട് ചെയ്തിട്ട്, ഇപ്പൊ ഈ മാസത്തെ നമുക്ക് ഇന്ന കാര്യത്തിന് ഇത്രയൊക്കെ ചെലവായി, നമുക്കത് എവിടെയൊക്കെ ചുരുക്കാൻ പറ്റുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവരെയും കൂടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലും ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഉപദേശത്തിന് വേണ്ടി ഇത്ര ഞാൻ ചെലവാക്കിയിട്ടുണ്ട് എന്ന് പറയലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീട്ടുജോലിയാണ് എങ്ങനെ ചെയ്യാം, അതേപോലെ വീട്ടുജോലി എങ്ങനെയാണെന്ന് പറഞ്ഞു. അത് ഓരോരുത്തരെ, ഇപ്പൊ ചെറിയ മക്കളാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ അവർ നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് എല്ലാവരും ഇത് ചെയ്യിക്കണ്ട എന്ന് പറഞ്ഞ കുട്ടികളെ മാറ്റി നിർത്തുന്നത്. അപ്പൊ ഏറ്റവും ചെറിയ കുട്ടിയാണ് നിങ്ങളുടെ കുട്ടി, നിങ്ങൾക്ക് ഇപ്പോഴും അവർക്ക് അതിനോടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് വിട്ട് കളയരുത്. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. അവരെ ഗോ ഹെഡ് ആൻഡ് ഗിവ് ദം. നിങ്ങളോടൊപ്പം വിളിക്കുക. അതായത് നമുക്ക് ചായ ഇടുന്നു, നീ പഞ്ചസാര എടുക്കടാ. വെറുതെ ഡബ്ബയിൽ കളിക്കാനല്ല, കളിക്കുന്നതാകാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് തന്നെ അവരെ നിങ്ങൾ തൂത്ത തറ ഒന്നും കൂടെ തൂപ്പിക്കരുത്. അത് തന്നെ നിങ്ങൾ ആ തറ തൂക്കുന്നതിൽ ഒരു മെച്ചം അവിടെ എന്തുണ്ടാവണം, അവിടെ ഉണ്ടാവണം. അവര് ചെയ്യുന്ന ജോലിക്ക് ഒരു വർത്ത് ഉണ്ടാവണം. നിങ്ങൾ ആദ്യം അവർ ചെയ്യുമ്പോ എന്തായാലും അതൊരു മെസ്സായിരിക്കും. അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇങ്ങനെയുള്ള മക്കളാവാതിരിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറി മക്കളാവാതിരിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. 2-3 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് അവര് നല്ല രീതിയിൽ, നമുക്ക് നല്ലൊരു ഹെൽപ്പ് ആകുന്ന രീതിയിൽ തന്നെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും.
ഇനി കുട്ടി ഒരു വലിയ വയസ്സാണ്, ഇപ്പൊ 8-10 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് തുടങ്ങാൻ പറ്റുന്ന സ്റ്റേജ് അതായിരിക്കണം എന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് അവർ വരുന്നുണ്ടാവില്ല, അവർക്ക് ഇത് ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ വേണ്ടത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ അവരെയും കൂടെ വിളിച്ച് നമ്മളും കൂടെ ചേർന്ന് ഒരുമിച്ചൊരു കാര്യം ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പൊ അവരുടെ മുറി തന്നെ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞ് നിൽക്കാതെ നമ്മളും കൂടെ ചെന്ന് ഓരോന്നെടുത്ത് ചെയ്യുക, അതിൽ അവരെയും കൂട്ടുക എന്നുള്ളതാണ്. ചിലർക്ക് അതായിരിക്കും ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നല്ലതായിട്ട് വരിക. അപ്പൊ ഈ രൂപത്തില് അവര് ഫിനാൻഷ്യലി ആയാലും വർക്ക് വൈസ് ആണെങ്കിലൊക്കെ അവര് വീട്ടിലെ മെമ്പർ ആവുക. അടുത്തെന്ന് വെച്ചാൽ അവർക്കൊരു സിബ്ലിംഗ് ഉണ്ടെങ്കിൽ, ഇളയവരോ മൂത്തവരോ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ ഇൻവോൾവ് ആണ്. വളരെ, അതായത് ഒരു മൂത്ത കുട്ടി വിചാരിക്കണത് ഇളയ കുട്ടി, ഞാനിവിടെ ജീവിച്ചു പോകുന്ന മറ്റേ ഗസ്റ്റ് അടുത്ത റൂമിൽ, ഒരു ഹോട്ടൽ റൂമിലെ അടുത്ത ഗസ്റ്റിനെ പോലെ ഒരു കുട്ടിയെ നോക്കിയിട്ട് നിങ്ങൾ കാര്യമില്ല. അതായത് മാരിയറ്റിൽ പോയിട്ടോ ഹിൽട്ടണിൽ പോയിട്ടോ അല്ലെങ്കിൽ പോയി താമസിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുകയാണ് മറ്റേ റൂമിലെ ഗസ്റ്റ് ആണ്, എൻ്റെ അനിയനാണ്, അവൻ അടുത്ത റൂമിലെ ഗസ്റ്റ് ആണ്. ഈ ആറ്റിറ്റ്യൂഡ് ആവരുത് ഒരു കുട്ടിക്ക് വേണ്ട. അപ്പം ഇവരുടെ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയും മൂത്ത ആൾക്കാരടുത്തും കുടുംബത്തിലും ചർച്ച ചെയ്ത്, ഇളയ ആളുകളുടെ അടുത്തും ഒക്കെ ചർച്ച ചെയ്ത് ഇന്നത് തീരുമാനിക്കുന്നു, ഇന്നത് ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ ചെയ്യാം, അവരെ സ്കൂളിൽ കൊണ്ടുവിടാൻ, അവരെ വിളിക്കാൻ, അവരുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ മക്കളെ ഇൻവോൾവ് ചെയ്യിക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത്. ഇത് പണ്ടത്തെ ഒരു കാലഘട്ടത്തിലെ നന്മയായിരുന്നു. ആ കാലഘട്ടത്തിന്റെ ദോഷമുള്ളതുപോലെ തന്നെ ആ കാലഘട്ടത്തിന്റെ നന്മയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലൂസായി പോയത്. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ഇമോഷണൽ റെഗുലേഷൻ അല്ലേ. ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് പല രീതിയിലുള്ള ഒരു ബൈ നേച്ചർ തന്നെ പല രീതിയിലുള്ള സ്വഭാവത്തിലാണ് നമുക്ക് മക്കളെ കിട്ടുക. നമ്മുടെ സ്വഭാവങ്ങളും അങ്ങനെയാണല്ലോ. ഇപ്പൊ റസിന്റെ ക്യാരക്ടർ അല്ല എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ മക്കളുടെ ഡിഫറെന്റ് ആണ്. അപ്പൊ ചില കുട്ടികൾ എന്ന് വെച്ചാൽ ചെറുതിലെ ഭയങ്കര ടാൻട്രംസ് കാണിച്ച് വരുന്നൊരു കുട്ടികളായിരിക്കും, എന്നാൽ ചിലർ ഭയങ്കര കാമായിട്ടുള്ള മക്കളായിരിക്കും. അപ്പൊ ഇവര് വലുതായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാൻട്രംസിനെ നമ്മൾ എങ്ങനെ ചെറുതിലെ ഡീൽ ചെയ്യുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒരു ഇമോഷണൽ റെഗുലേഷൻ ആസ് എൻ അഡൾട്ട് അവർ ഇമോഷണൽ റെഗുലേഷൻ അക്വയർ ചെയ്യാനായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ടാൻട്രംസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ ഇഗ്നോർ ചെയ്ത് ഒരു മൈൻഡും ചെയ്യാതായിരിക്കും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുക. എന്നാൽ ചിലപ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിക്കൊടുത്ത് അതിനെ ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഇത് രണ്ടും അവർക്ക് ഗുണം ചെയ്യുന്ന ഒന്നല്ല. അപ്പൊ ശരിയായ രീതിയിൽ അവരുടെ കൂടെ അവർ ഗോ ത്രൂ ചെയ്യുന്ന ഇമോഷനെ അക്നോളജ് ചെയ്ത് അവരുടെ ഇമോഷന്റെ ഒരു പാർട്ടായിട്ട്, എന്നാൽ റൈറ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് റൈറ്റ് ടൈമിൽ സെറ്റ് ചെയ്ത് പോവുകയാണ് നമ്മൾ പേരൻസ് ചെയ്യാനുള്ളത്. അപ്പൊ ടാൻട്രംസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചിലപ്പോൾ അന്നേരത്തെ ഒരു ഗുണം മാത്രമേ അതിനുണ്ടാവുള്ളൂ. അവരുടെ ഇമോഷൻസിന് അവർ അന്നേരം സപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ അത് വരുന്ന ഔട്ട് ബേസ്റ്റ് എന്ന് പറയുന്ന ഭയങ്കര വലുതായിട്ടാണ്. അതുപോലെ ടാൻട്രം കാണിക്കുന്നു അതുകൊണ്ട് എല്ലാം കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ വാശി കൂടി വരികയുള്ളൂ. വാശി കൊണ്ട് എനിക്ക് പലതും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ അവർ പഠിച്ചെടുക്കുന്നത്. അപ്പൊ ചെറുതിലെ നമ്മൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ. പിന്നെ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും അവർ വളർന്നു വരുമ്പോൾ അവരുടെ ലൈഫിലേക്ക് അക്വയർ ചെയ്യുക. പിന്നെ ചെറുതിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഏർലി ഇയേഴ്സിൽ, അതായത് ഒരു ലെസ് ദാൻ ഒരു 5 ഇയേഴ്സിൽ അവർക്ക് കിട്ടുന്ന ഒരു ഫാമിലി എൻവയൺമെന്റ്. ഇപ്പൊ പല വീടുകളിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മക്കള് പല വയലന്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണെങ്കിലും ഫൈറ്റ്സ് ആണെങ്കിലും ഒക്കെ വിറ്റ്നസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. കപ്പിൾസ് തമ്മിലുള്ള ഫൈറ്റ്സ് ആണെങ്കിലും ഇനി നമ്മൾ അവരോട് പെരുമാറുന്ന രീതിയാണെങ്കിലും. പിന്നെ അവര് എക്സ്പോസ്ഡ് ആവുന്നുള്ള ഫിക്ഷൻ, സിനിമയാവാം, വായിക്കുന്ന ബുക്കുകളാവാം, അതിലുള്ള. അപ്പം ഈ ഏജ് റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണെന്നുള്ളത് ആളുകൾ ഇപ്പം പിന്നാണെങ്കിൽ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു സിനിമ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു OTT വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാമല്ലോ. പണ്ട് തിയേറ്ററിൽ അഡൽട്സ് ഒൺലി സിനിമ എന്ന് പറയുന്നത് ഒരു സ്കിന്ന് അല്ലെങ്കിൽ തൊലി കാണിക്കുന്ന സിനിമകൾ മാത്രമല്ല, വയലൻസ് ഉള്ള എന്നൊക്കെയുള്ളതാണ്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ ഒരു കാലഘട്ടങ്ങളിൽ ഒരു PG റേറ്റിംഗ് എന്ന് വെച്ചാൽ കുട്ടികൾ കാണാവുന്ന റേറ്റിംഗ്, ഒരു PG റേറ്റിംഗ് പണ്ട് കിട്ടിയ പിന്നാണെങ്കിൽ സിനിമ ഇന്ന് അതെന്താണ് ഒരു അഡൽട്ട് അല്ല. പണ്ട് പണ്ട് അഡൽട്സ് കിട്ടിയ ഇത് ഇന്ന് PG റേറ്റഡ് ആണ്. അപ്പൊ അതൊരു നമ്മുടെ ടോളറൻസ് ലെവൽ ഭയങ്കരമായിട്ട് എന്തുണ്ട്, വയലൻസിനോടും ഒക്കെ ഉള്ള കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള ടോളറൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ടോളറൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ്. നമ്മൾ കുറെ കൂടെ കുട്ടികളെ കാണിക്കുന്നതിൽ നമ്മൾ ഓക്കെ ആയി മാറുന്നു. മറിയം, അത് ചരിത്രപരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇത് കാണല്ലായിരുന്നു, ഡയറക്റ്റ് തലവെട്ടൽ, ഇടിക്കൽ, ഇതൊക്കെ പണ്ട് നടന്നിരുന്നതാണ്. അപ്പൊ ഞാൻ അവിടെയും പറയണതെന്ന് വെച്ചാൽ
ഈ ചരിത്രം എന്ന് പറയുന്നത് ചിലരൊക്കെ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ വേഴ്സായി പോകുന്നു എന്നല്ല. പണ്ട് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചതും ആനയെ കൊണ്ട് ചവിട്ടിപ്പിച്ചതും പിന്നെ എന്താ പറയാ മനുഷ്യനെ തീയില് ജീവനോടിട്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ജീവനോട് തീയിട്ടിട്ടിരുന്നതും ഒരു സമൂഹം മൊത്തവും പിന്നെന്താ പറയാ ഒരു കറുത്തവനായി പോയി, ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ ആഫ്രിക്കൻ അമേരിക്കൻ ആണ് എന്നുള്ളതിന്റെ പേരിൽ പിന്നെ അല്ലെങ്കിൽ ലിഞ്ചിങ്ങും ഇതൊക്കെ ചരിത്രത്തിൽ നടന്നിരുന്നു അല്ലെങ്കിൽ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുറെ കൂടെ വയലൻസ് ആ രൂപത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കാലഘട്ടം വരുന്നവർ വയലൻസ് കൂടിയതൊക്കെ ആൾക്കാർ പറയുന്നതിനോട് വിയോജിപ്പാണ്. കുറച്ചും കൂടെ ആൾക്കാർ സമാധാനത്തിലേക്കാണ് വന്നത്. പക്ഷെ അത് എക്സ്പോസ് ചെയ്യുന്ന രീതി ഫിക്ഷനിലൊക്കെ എന്തായി, റിയൽ ലൈഫിൽ കുറഞ്ഞപ്പം ഫിക്ഷനിൽ കൂട്ടിയിട്ട് റിയൽ ലൈഫിൽ കൂട്ടാനാണോ എന്ന് എനിക്ക് ഇനി ഫിക്ഷനിൽ കൂടിയെന്ന് മാത്രമല്ല, അവരുടെ കയ്യിലുള്ള ഗെയിംസ് ഉണ്ടല്ലോ, അതിന് ശരിക്കും അവർ ലിവ് ചെയ്യാണല്ലോ വേറൊരാളെ ഉപദ്രവിക്കുന്നത്, ബ്ലഡ് ഷെഡ് എന്നൊക്കെ ഉള്ളത് അവർ ചെയ്ത് ശീലിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കത് ക്വൈറ്റ് നോർമൽ ആവുകയാണ്. അവർ ഡീസെൻസിറ്റൈസ്ഡ് ആവുകയാണ് അവരുടെ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളോട്. പെട്ടെന്നുണ്ടാവുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ എന്ന് വെച്ചാൽ ഭയങ്കര ലേൺ ചെയ്തെടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സാധനമാണെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ കാണുന്നത്, അത് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആവും. അപ്പൊ നെക്സ്റ്റ് ടൈം അങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ ഒരു ആക്ഷനിലേക്കാണ് പോവുക, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അതിലോട്ടാണ് നമ്മൾ സ്വിച്ച് ചെയ്യുക. അവിടെ പെട്ടെന്ന് നമുക്ക് ചിന്തിച്ച് അയ്യോ ഇത് ശരിയല്ല, ഇത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിച്ചെടുക്കാനുള്ള ഒരു സമയം പോലും കുട്ടികൾക്ക് ഇല്ലാത്ത വിധം ഫാസ്റ്റ് ആയിട്ട് അവരിൽ നിന്ന് റിയാക്ഷൻ വരികയാണ്. അപ്പൊ അവിടെയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പോസ്ഡ് ആവുന്ന അവിടെ നമ്മള് ലാസ്റ്റ് പോയിന്റിലേക്ക് വരുന്ന തൊട്ട് ഭയങ്കര ഒരു കുട്ടി ബുള്ളീഡ് ആവുന്നു. അപ്പൊ പലപ്പോഴും ഇപ്പൊ ഈ പോയി അടിക്കാനും വഴക്കിനൊക്കെ പോകുന്നതിന് മുമ്പ് അവിടുന്ന് ഇങ്ങോട്ട് ഒരു സാധനം വന്നിട്ട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് തങ്ങൾ ബുള്ളീഡ് ആയാൽ എങ്ങനെയാണ് ഇത് ഇമോഷണലി റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല ഒരു ഇമോഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെ, ഒരു പിന്നാണെങ്കിൽ വേറൊരാളോട് ദേഷ്യം തോന്നുന്നു. ശരി, നമ്മൾ ചെറിയ കുട്ടികളുടെ ടാൻഡ്രംസ് ഇതാണല്ലോ സംസാരിച്ചത് അല്ലേ. വലിയ കുട്ടികൾ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതെ, ഇപ്പൊ ഏത് ഫേസിലാണോ നമുക്ക് കുട്ടികളുടെ ആ ചേഞ്ച് മനസ്സിലാവുന്നത്. ചിലരെന്ന് പറഞ്ഞാൽ കുറെ അനുഭവിച്ച് സബ്മിസീവ് ആയി വന്ന് പിന്നെ ഒരു ഫേസ് എത്തുമ്പോൾ റെബല്യസ് ആവുന്നതായിരിക്കാം. മറ്റു ചിലരെന്ന് പറയുന്നത് നേരെ തിരിച്ചാദ്യമേ ആ ഒരു റെബൽ നേച്ചർ കയ്യിലുള്ളതായിരിക്കാം. അപ്പൊ ഇതിലേതാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള വെന്റിങ് ഔട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മക്കളുടെ ദേഷ്യം കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ സ്വയം ഒരു നല്ല പേരന്റ് അല്ലാതെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ദേഷ്യത്തിലാണ് മക്കളോട് റിയാക്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അവരുടെ ആങ്കർ സപ്രസ്ഡ് ആയി വീണ്ടും അടുത്തൊരു വലിയൊരു ഔട്ട്ബേഴ്സിലേക്കാണ് പോവുക. അതിന് പകരം അവരെ കേൾക്കാനും അവരുടെ ഫീലിങ്സിനെ അക്നോളജ് ചെയ്യാനും അവരുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇമോഷണൽ റെഗുലേഷൻ്റെ മറ്റ് ടൂൾസ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ എത്ര അവരെ ഹേർട്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് വരച്ച് ദേ ക്യാൻ എക്സ്പ്രസ്. അതൊക്കെ ഭയങ്കര വെന്റിങ് ഔട്ടിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് എഴുതി വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും, ചിലർക്ക് ചിലപ്പോൾ ഒരു പില്ലോയോ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടായിരിക്കും ആ വെന്റിങ് ഔട്ട് സാധ്യമാകുക. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അങ്ങനെ ഏത് ഇമോഷണൽ റെഗുലേഷൻ ഏത് ഹെൽപ്പാണ് അവർക്ക് വേണ്ടതെന്നുള്ളത് കുട്ടികൾക്ക് ശരിയായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് അവരെ കൊണ്ട് അവർക്കുള്ളിലുള്ള ആ ഫീലിങ്സിനെ ശരിയായി എക്സ്പ്രസ് ചെയ്ത് അവരുടെ സ്വഭാവം ഒരു വേഴ്സായ രീതിയിൽ കൊണ്ടുപോകാതെ അവരെ വീണ്ടും പ്യൂരിഫൈ ചെയ്ത് പഴയ പോലെ ആക്കിയെടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കുറെ രീതികളുണ്ട്. അപ്പൊ അതിന് കുട്ടികൾക്ക് ശരിയായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ക്രിങ്ക് ഒരു മാർഗമാണ്. നിങ്ങൾക്ക് മറ്റ് എന്താ പറയുക നന്നായി ഏതായാലും ഏത് കൗൺസിലിംഗ് ആയാലും കുട്ടികളുടെ കൗൺസിലിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ക്രിങ്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെന്ററിംഗ് ആണുള്ളത്. അതായത് നമ്മളിപ്പോ ഒരു വർഷം സംസാരിച്ച് കുട്ടിയെ മാറ്റിയാനുള്ള മാജിക് വേണ്ടി തൽക്കാലം ഇപ്പൊ നമ്മുടെ ഇല്ല. അത് ആരുടെയിലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ മക്കളെ ഒരു തവണ സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നു, അപ്പൊ അതുകൊണ്ടൊന്നും വലിയ ചേഞ്ച് വരില്ല. അപ്പൊ നമ്മളവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ട് ബിരിയാണി കിട്ടുമോ അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് മൾട്ടിപ്പിൾ സിറ്റിംഗ്സ് ഇരുന്ന് ഓൺലൈനിലൂടെ കൺസൾട്ടേഷൻസ്, അതായത് അവർക്കൊരു പ്ലേസിൽ അവരെ കൊണ്ടുപോയി ചെയ്യിക്കുന്നു എന്നൊന്നും ഒരു ഇതില്ലാതെ ഓൺലൈൻ തന്നെ കൺസൾട്ടന്റുമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് അവരുടെ വറീസ് ഒക്കെ ഷെയർ ചെയ്ത് പതുക്കെ ഗൈഡ് ചെയ്ത് അവരെ ഓരോ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊണ്ടുവരലാണ് അവിടെ ചെയ്യുന്നത്. അതൊരു ഘട്ടം ഘട്ടമാണ്. ഇപ്പൊ ഞങ്ങൾ മുമ്പ് ബിൽഗേറ്റ്സിന്റെ ബുക്ക് ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ബിൽഗേറ്റ്സ് 2 to 3 years ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു വന്നിരുന്നു. എന്ത് ചെയ്യാൻ അയാളുടെ വേ ഓഫ് ഈ റിബല്യസ് നേച്ചർ, പൊട്ടിത്തെറികൾ, ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി മാറ്റിയെടുക്കാൻ, അതൊക്കെ പോസിറ്റീവ്ലി ചാനലൈസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചാനലൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ബിൽഗേറ്റ്സ് ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു തല്ലിപ്പൊളി ചെക്കനായി പോകേണ്ട ഒരാളായിരുന്നു ബിൽഗേറ്റ്സ്. അപ്പൊ
ബിഹേവിയർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിഫിക്കൽട്ട് പ്രോസസ് അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ വേണം, നമ്മളിൽ നിന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് മാറ്റാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നാളെ തൊട്ട് നന്നാവണം, ഇന്ന കാര്യം അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ എണീക്കണം എന്നൊക്കെ നമുക്ക് ഭയങ്കര ഉറപ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ ഇറ്റ് ടേക്സ് സം ടൈം. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്വഭാവം പലതും വിട്ടുമാറണം എന്ന് ഉണ്ടാവൂല. അപ്പൊ അവരെ കൊണ്ട് അത് ഉൾക്കൊള്ളിച്ച് ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇതാണ് ശരിക്കും ഞാൻ മൂവ് എന്നുള്ള റിയലൈസേഷൻ വരുത്തി അതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ഗ്രാജുവൽ പ്രോസസ്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ഹെൽപ്പ് ആണെങ്കിലും, ഇപ്പൊ ക്രിങ്കിൾ ഇറ്റ് ഇസ് ഓൾറെഡി വി ആർ ഡൂയിങ് ഇറ്റ്, ഇനി അതല്ല വേറൊരിടത്താണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് അത് ആവശ്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് വിത്ത്. വെയിറ്റ് ചെയ്തിരിക്കരുത്, അത് ഒരു പരിഹാരമുള്ള സംഗതിയാണ്. അപ്പൊ അവിടെയാണ് മറിയ ഇവിടെയൊക്കെ നേരെ വരുന്നത് ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. കാരണം ഇന്നെല്ലാം ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലൈക്ക് കിട്ടി, എല്ലാം പെട്ടെന്ന് നടക്കണം, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം. അപ്പം മാഷ്മെല്ലോ ടെസ്റ്റ് ലോകത്തിലെ കുട്ടികളുടെ വിഷയത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭയങ്കര ഫണ്ടമെന്റൽ ടെസ്റ്റ് ആണ് മാഷ്മെല്ലോ ടെസ്റ്റ്. അതായത് ഒരു റൂമിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു റൂമിൽ ഒരു കുട്ടികളുടെ ഇടയിൽ നടത്തി ലോങ്സ്റ്റ് ടെസ്റ്റ് ആണ്, ഏറ്റവും കൂടുതൽ കാലം എടുത്ത് നടത്തിയ ടെസ്റ്റ് ആണ്. 5 വയസ്സിൽ എന്തോ ഒരു കുട്ടി എടുത്തിട്ട് ഒരു മാഷ്മെലോ ഒരു മാഷ്മെലോ കൊടുത്ത് ഇപ്പം വേണമെങ്കിൽ ഈ ഒരു മാഷ്മെലോ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ 2 മാഷ്മെലോ തരാം. ഇതായിരുന്നു ടെസ്റ്റ്. അവർക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അവിടെ മാഷ്മെലോ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു മാഷ്മെലോ വെച്ചിട്ട് പോകുമ്പോൾ തിരിച്ചു വരുന്നവരെ മാഷ്മെലോ അവിടെ ഇരുന്നാൽ രണ്ടാമത്തെ മാഷ്മെലോ കൂടെ 2 മാഷ്മെലോ കിട്ടും. അങ്ങനെ വിജയിച്ച കുട്ടികളെ എടുത്തിട്ട് അവരുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയപ്പം ഈ 2 എണ്ണം വെയിറ്റ് ചെയ്ത് രണ്ടാമത്തെ മാഷ്മെലോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികൾ ലൈഫിൽ സക്സസ്ഫുൾ ആയി. ഒരു എഡ്യൂക്കേഷണൽ സക്സസ് ആവുക എന്നുള്ളതല്ല, എഡ്യൂക്കേഷനിന് അപ്പുറം അവരുടെ ജീവിതത്തിൽ അവർ സക്സസ്ഫുൾ ആയി. മറ്റേ ആളുകൾ എന്തായിക്ക് വെച്ചാൽ അവർക്ക് ഡിവോഴ്സസ് വരാൻ തുടങ്ങി, അവരുടെ ലൈഫിൽ എഡ്യൂക്കേഷണൽ ഫെയിലിയർ ആയി, ജോലിയിൽ പരാജയപ്പെട്ടു, ഇങ്ങനെയൊക്കെ വന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ മാഷ്മെലോ ടെസ്റ്റ് ഈ കുട്ടികളിലൊക്കെ നടത്തിയാൽ പലപ്പോഴും ഒരു ഫെയിൽഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും മാറുക. അതിന് കാരണം പല കുട്ടികളും ഇത് പരാജയപ്പെടും. കാരണം കുട്ടികൾക്ക് ഇന്ന് ഇൻസ്റ്റന്റ് ആയുള്ള ഗ്രാറ്റിഫിക്കേഷൻ വേണം. അപ്പം കുട്ടികൾക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന്റെ ഒരു സാധനം മാത്രമാണ് അവൻ എന്നെ തച്ചാൽ തിരിച്ചു തരില്ല. അത് നമ്മൾ പേരൻസിന്റെ അടുക്കൽ നിന്നും കൂടെ കുട്ടികൾ ലേൺ ചെയ്തതാണ്. കുട്ടി അതായത് നമ്മൾ പറയുന്ന പല ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, ഇപ്പൊ കുട്ടി എന്തെങ്കിലും ചെയ്താൽ കുട്ടി അപ്പം തന്നെ തല്ലു കൊടുക്കുക. നമ്മൾ അവനെ ഒരു ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് റെഡിയല്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ പലപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ഒരു സോഷ്യൽ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പം എവിടെയെങ്കിലും ഒരു റേപ്പ് നടന്നാൽ ആ റേപ്പ് വളരെ പ്രാധാന്യമുള്ള ഒരു ക്രൈമാണ്, അതിനെതിരെ നടപടി എടുക്കേണ്ടതാണ്, അതിനൊരു നിയമവ്യവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്ത ആളെ തന്നെ കണ്ടെത്തുകയും നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും നല്ല നിയമം അനുസരിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ വിചാരണ നടത്തപ്പെട്ട് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിൽ വിചാരണയുടെ ഡിലേസും ഇതെല്ലാം ഇവിടെ ഉണ്ട്. അതൊക്കെ അഡ്രസ് ചെയ്യേണ്ടതും മാറേണ്ടതാണ്. അതിനൊന്നും അനുകൂലിച്ചുകൊണ്ടല്ല പറയണത്. പക്ഷേ ജനക്കൂട്ട വിധികൾ നടപ്പാക്കുക, അല്ലെങ്കിൽ ജനക്കൂട്ടം ചേർന്നിട്ട് അവനെ തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലുക, ഇതാണ് ഇൻസ്റ്റന്റ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ടി വിയിൽ കാണുന്നു, ഇതിന് നമുക്ക് ജയ് വിളിക്കുന്നു. നമ്മുടെ കുട്ടി ഇത് കണ്ടോണ്ടിരിപ്പുണ്ട്. ഈ കുട്ടി എന്താണ് വിചാരിക്കുക, എന്നെ കളിയാക്കി, ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ എന്നെ വന്ന് 2 അടി അടിച്ചിട്ട് പോയി, അപ്പോൾ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് തിരിച്ചു പോയി, അവനെ അപ്പം തന്നെ തച്ചണം. ഇതാണ് നമ്മളുടെ കുട്ടി അവിടെ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് നമ്മൾ അതിന്റെ നിയമ നടപടികളിലേക്ക് പോയി ആ വിഷയം അതിനൊന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ എന്തില്ല, നമ്മുടെ കുട്ടികൾ തയ്യാറല്ല എന്നുള്ളതാണ്. അത് ഒരു ഇത് പറഞ്ഞ ഒരു അടിയിൽ തുടങ്ങിയതല്ല. ആക്ച്വലി ലൈഫിൽ പല കാര്യങ്ങളും ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കിട്ടുക എന്ന് പറയുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ചെറുതിലെ തൊട്ടേ കുട്ടികൾക്ക് അപ്പം കൊടുക്കുക എന്നുള്ള സംഗതി. ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയൊരു കാര്യമുണ്ട്. ഒരു കുട്ടി, ക്രിങ്കിലെ തന്നെ ഒരു പേരന്റ് കുട്ടി ഭയങ്കര നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മൊബൈലിൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, നമുക്ക് എവിടെ വെച്ചാലും അവിടുത്തെ നക്ഷത്രമൊക്കെ കാണും. അപ്പൊ ഈ പേരന്റ് പുറത്തു പോയി വന്നപ്പം ഒരു ഭയങ്കര എക്സ്പെൻസീവായ ടെലസ്കോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കുട്ടിക്ക് ഡെഫിനറ്റ്ലി നല്ല, കുട്ടികൾക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. കുട്ടി ഒരു ദിവസം കുറച്ചു നേരം ആ ടെലസ്കോപ്പിലൂടെ നോക്കിയിട്ട് പിന്നീട് ആ ടെലസ്കോപ്പ് തൊട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, കുട്ടിക്ക് ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ മൊബൈലിൽ ഇങ്ങനെ മുകളിലോട്ട് വെച്ചാൽ നക്ഷത്രങ്ങൾ കാണുന്ന പോലെ വേഗത്തിൽ കാണാൻ പറ്റൂല. നമ്മൾ അതൊന്ന് സൂമും ചെയ്ത് സെറ്റ് ചെയ്യാൻ തന്നെ എടുക്കും മണിക്കൂറുകൾ. ഈ ക്ലാരിറ്റിയോടുകൂടി കാണൂല, അതിന്റെ സൈഡിൽ പേരെഴുതി കാണിക്കൂല. അത് നോക്കി അതിന്റെ ആറ്റിറ്റ്യൂഡും ലോജിറ്റ്യൂഡും ഒക്കെ നോക്കിയിട്ട് വേറെ പോയി പരിശോധിച്ച ഇതിന്റെ പേരെടുക്കണം. അപ്പൊ കുട്ടികളെ നിങ്ങൾ മൊബൈലിലെ ആപ്പ് വഴി, ഇപ്പൊ ചില പേരൻസ് എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു പേരന്റ് പറഞ്ഞാണ്, എന്തിനാണ് സ്കൂളുകളിൽ ലാബുകളുടെ ആവശ്യം, ആപ്പിൾ ടെസ്റ്റ്, ഇപ്പം ആപ്പിൾ റിയാക്ഷനുകൾ നടത്താം, അതിനൊക്കെയുള്ള ആപ്പുകൾ ഉണ്ടല്ലോ, എല്ലാത്തിനും ആപ്പ് ഉണ്ടല്ലോ.
എനിക്ക് ദയവായി പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് ആ കുട്ടി ലോകത്തേക്ക് ഇടപെടുന്നതിന് പകരമാവാനുള്ള സംഗതി അല്ല മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു കുട്ടിയെ ബുക്ക് വായിക്കേണ്ടിടത്ത് ഡിജിറ്റൽ ബുക്കുകൾ വായിപ്പിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ കുട്ടി ഒരു പുസ്തകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു പുസ്തക ഷോപ്പിൽ പോയി ഒരു പുസ്തകം വാങ്ങിച്ച് എന്നിട്ട് ആ പുസ്തകം വായിക്കുക. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ഹാരി പോട്ടർ ഫാൻ ആണ്. അപ്പൊ ഒരു 5th എഡിഷൻ തൊട്ട് അല്ലെങ്കിൽ 4th എഡിഷൻ തൊട്ട് 5th എഡിഷൻ തൊട്ട് ഓർഡർ ഓഫ് ഫിനിക്സ് തൊട്ട് ക്യൂ നിന്ന് അന്ന് റിലീസ് ചെയ്യുന്ന ദിവസം പോയി ബുക്ക് സ്റ്റോളിന്റെ മുന്നിൽ ക്യൂ നിന്ന് വാങ്ങിച്ച പുസ്തകമാണ്. അല്ലെങ്കിൽ അന്ന് രാത്രിയോ എന്തോ ആണ്, ഇത് ഏർലി മോർണിംഗിലാണ് റിലീസ്. അപ്പൊ അതിനനുസരിച്ച് ഏർലി മോർണിംഗിൽ നേരത്തെ പോയി ചെന്ന് നിന്ന് അന്നൊരു കസിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി കൂടെ നിർത്തി അന്ന് വാങ്ങിച്ചതാണ്. അന്ന് മണിക്കൂറുകളോട്. ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ഫാത്തിമ ഞങ്ങളുടെ ഏറ്റവും ഇളയ ആളാണ്. അതായത് അവൾക്കിപ്പോ ഈ ലോകത്തിലെ ഏത് പക്ഷിയെ പറ്റി അറിയണമെങ്കിലും ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, നോക്കാൻ പറ്റും. അവളെയും കൊണ്ട് ബേർഡ് വാച്ചിങ്ങിന് വേണ്ടി പുറത്തു പോയി നിൽക്കുമ്പോൾ അവള് മണിക്കൂറുകളോളം ഒരു പെരിഗിൻ ഫാൽക്കനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുള്ള ക്ഷമ അവൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു? അപ്പം ആ ക്ഷമ കിട്ടുക ശരിക്കും പറഞ്ഞാല് നമ്മള് കുട്ടിയെ റിയൽ വേൾഡിൽ, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ നടന്ന ആ റിയാക്ഷന്റെ റിസൾട്ട് ഇത് വരുന്നത്, അത് പെട്ടെന്ന് മറ്റേ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പോലെ ലാബില് ആപ്പിൾ ഇട്ട് 2 മിക്സ് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നത് പോലെയല്ല. കുട്ടിക്ക് ഘട്ടം ഘട്ടമായി കിട്ടേണ്ട ഒരു സാധനം വെയിറ്റ് ചെയ്ത് പ്രതീക്ഷിച്ചിരുന്ന് കിട്ടുന്ന ക്വാളിറ്റി കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ആപ്പുകളിൽ നിന്നും ജീവിതത്തിലേക്ക്, ആപ്പുകൾ അവിടൊക്കെ ഒരു ആപ്പാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ജീവിതത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. നമുക്കൊരു ഇടങ്ങേറുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ കുട്ടിയെ കൊണ്ടുപോകാൻ, ബേർഡിങ്ങിന് കൊണ്ടുപോകാൻ ഒരു ഇടങ്ങേറുണ്ട്. രാവിലെ എഴുന്നേക്കണം, കൊണ്ടുപോകണം, പിന്നെ അതിനുള്ള സ്ഥലം തപ്പി പോകണം, അവിടെ നിൽക്കണം, അവിടെ വെയിൽ കൊള്ളണം, കൊതുകടിക്കണം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പക്ഷെ അതാണ് നമ്മുടെ കുട്ടിക്ക് നാഷ്മലോ ടെസ്റ്റ് വിജയിക്കാനും ജീവിതത്തിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, അതിന് പറയണതന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടി പഠിക്കാനത്തെ മോശമാണെങ്കിലും നിങ്ങളുടെ കുട്ടി ജീവിതത്തിൽ സക്സസ്ഫുൾ ആകും. അവനോ അവളോ നാളെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കച്ചവടം ചെയ്തിട്ടായിരിക്കും നല്ല ലാവിഷായി ജീവിക്കും. അവർ നല്ലൊരു കുടുംബജീവിതം അവർക്കുണ്ടാവും. അവർക്ക് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ 5 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തത്. 5 പോയിന്റുകൾ. ഇതാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുറ്റപ്പെടുത്താതെ, ഇന്നത്തെ കുട്ടികൾക്ക് ഇതേ സമയം ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ അതൊന്നും ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പറയാത്തത്. ഒരുപാട് അവസരങ്ങളുണ്ട്. ഏത് കാലഘട്ടത്തെക്കാളും ഈ കാലഘട്ടത്തിലെ കുട്ടികൾ കൂടുതൽ ഇൻഫോംഡ് ആണ്. പുതിയ അവസരങ്ങളുടെ പുറകിൽ അവർ പോകുന്നുണ്ട്. അവർ പല ഇന്റൻസീവായ വർക്കുകളും ചെയ്യുന്നുണ്ട്. ഭയങ്കര അമേസിംഗ് ആയ റിസൾട്ടുകൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും വേറൊരു കാലഘട്ടത്തിലുമുള്ള കുട്ടികളെ പോലല്ല. അവർക്ക് പോസിറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മക്കളൊക്കെ മോശമായി പോയെന്നൊക്കെ നിങ്ങൾ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡയലോഗ് അടിയിലല്ല അർത്ഥമുള്ളത്. ഇന്ന് ഉള്ള പ്രശ്നങ്ങളുണ്ട്, ഇന്നലകളിലുള്ള പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിലുള്ള പ്രശ്നം പോലെ ഇന്നുള്ള പ്രശ്നങ്ങളുണ്ട്, ഇന്നലകളിലുള്ള നന്മ പോലെ ഇന്നുള്ള നന്മകളുമുണ്ട്. അപ്പം നിങ്ങൾ ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ആ നന്മകളെ കൂടുതൽ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് ഒരു എന്താ പറയാ അതിന്റെ ഒരു നല്ല കോമ്പിനേഷനാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇന്നത്തെ മക്കളൊക്കെ ചീത്തയായിപ്പോയി, എന്തൊരു കാലം ഇങ്ങനൊന്നും എന്താ പറയാ മറ്റേ ഇത് വിളിക്കാൻ കൊള്ളാം, എന്താ ജയ് വിളിക്കാൻ കൊള്ളാം. അല്ലാതെ അതിനപ്പുറം ഒരു നന്മ ഉണ്ടാവില്ല. നിങ്ങൾ ഈ കാലത്തെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ കാലത്ത് അഡ്രസ് ചെയ്യേണ്ട പ്രശ്നങ്ങളെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. നമുക്ക് ചിന്തിക്കാൻ നല്ലൊരു നോട്ടാണെന്ന് തോന്നുന്നു. ഇന്നത്തെ തലമുറയെ കുറ്റം പറയാതെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ അവരെ മോൾഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 പോയിന്റും നിങ്ങൾ മനസ്സിൽ വെക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. കമന്റ് ഇട്ടോളൂ. ഈ 5 പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളോട് ഷെയർ ചെയ്യൂ. ഹാപ്പി ടു ഹിയർ. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ ഈ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവര് തരുന്ന ഒരു പിന്തുണ ഭയങ്കരമാണ്. ഇവരൊരു ശരിക്കും ഒരു കുടുംബത്തെ പോലെ നമ്മളെ കണ്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്. ഇപ്പൊ ചിലരൊക്കെ പേഴ്സണലിയാണ് മെസ്സേജ് അയക്കുന്നത്, പേഴ്സണലി അറിയാവുന്നവര്. ചിലര് കമന്റുകളിൽ ഇടുന്നുണ്ട്, ചിലര് കുറ്റപ്പെടുത്തലുണ്ട്. നമ്മള് എന്താ പറയാ, കുടുംബത്തിലൊരു കുറ്റപ്പെടുത്തുന്ന അമ്മാവനുണ്ടെങ്കിൽ നമ്മൾ അമ്മാവനെ പുറത്ത് കളയോ? ഇല്ലല്ലോ. ആ അമ്മാവൻ ഈ ഒരു കുടുംബത്തിന് ആവശ്യമാണ്. ചിലരത് ഇൻസ്റ്റയിൽ DM ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും എങ്ങനെ ഇവിടുത്തെ കോമന്റ്സ് ആയിട്ടും നിങ്ങളുടെ DM ആയിട്ടും ഒക്കെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കോമെന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.